ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് എനിക്ക് കിട്ടിയൊരു ഐഡിയയാണ്. പാവപ്പെട്ട ആൾക്കാർക്ക് തെർമൽ കുക്കറൊന്നും വാങ്ങാൻ കഴിവുണ്ടാവില്ല. വിറക് വാങ്ങാനും ഗ്യാസിനുമെല്ലാം പൈസ കൂടിയ സമയത്ത് ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ്. ആദ്യം തന്നെ ചെറുതായിട്ട് അരിക്കുള്ള വെള്ളം വയ്ക്കുക. അത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അരി ഇടുക. അതിലേക്ക് ഇൻഡക്ഷനിലെങ്ങാനും തിളപ്പിച്ച് കുറച്ച് വെള്ളം അതിൽ നിറച്ച് വയ്ക്കുക. ഇൻഡക്ഷനിലാകുമ്പോൾ വേഗം തിളയ്ക്കുമല്ലോ, അതുകൊണ്ടാണ് ഇൻഡക്ഷനിൽ വെച്ചത്. ഇൻഡക്ഷനിലെങ്കിൽ സാധാ ഗ്യാസിലായാലും കുഴപ്പമില്ല. അപ്പോൾ ചൂടുള്ള വെള്ളം വെച്ചാൽ വേഗം തിള വരും. അതിനുശേഷം ഒന്ന് അരി തിളയ്ക്കാൻ വയ്ക്കുക. ഇളക്കിയതിന് ശേഷം ഇപ്പോൾ നന്നായി തിള വന്നു. കുറച്ച് നേരം മാത്രം തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ സമയം കണ്ടില്ലേ, 6:20 കഴിഞ്ഞിട്ടുള്ളൂ. നന്നായി തിളച്ച് വന്നു. ഇപ്പോൾ 6:25 ഇതിപ്പോൾ റേഷൻ്റെ അരിയാണ് ഇട്ടേക്കണത്. അപ്പോൾ കുറച്ച് നേരം തിളപ്പിച്ചാൽ മതി. മറ്റേ അരിയാണെങ്കിൽ കുറച്ച് നേരം കൂടി തിളപ്പിക്കേണ്ടി വരും. ഇവിടെ ഒരു പഴയൊരു ഇഡ്ഡലി പാത്രം കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് വെച്ച് ഈ തിളച്ച ഇത് ഇറക്കി വെച്ച് അടച്ചു വെച്ചു. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് നന്നായി മുറുക്കെ അടച്ചു. അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് ചോറ് നന്നായി ആയിട്ടുണ്ട്. കുറേ നേരം വെച്ചിരിക്കരുത്, റേഷൻ്റെ അരിയാണ്. ഇതിപ്പോൾ ഞാനൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്ന് നോക്കിയപ്പോൾ നന്നായി ആയിട്ടുണ്ട്. അത് എടുത്ത് ഒരു ഊറ്റുകൊട്ടയുണ്ടെങ്കിൽ, അരിയൊക്കെ വാർക്കുന്ന ഊറ്റുകൊട്ടയില്ലേ, അതിലേക്ക് അങ്ങോട്ട് കമത്തിയിടുക, അല്ലെങ്കിൽ ഊറ്റിയിടുക. അല്ലെങ്കിൽ സാധാ പോലെ നമുക്ക് വാർത്ത് വയ്ക്കാം. ഇപ്പോൾ പണ്ടത്തെ പോലെ വാർത്ത് വയ്ക്കുന്നവർ കുറവാണ്. ഊറ്റുകൊട്ടയിൽ കൊണ്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല ചോറായി. അപ്പോൾ ഒന്ന് കുലുക്കിയൊക്കെ കൊടുത്താൽ നല്ലതാണ്, ഫുള്ള് വെള്ളം പോവും. ഇതിപ്പോൾ വെള്ളമൊന്നുമില്ല, സൂപ്പർ. കണ്ട, ചോറ് നല്ല ഉലർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ചോറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങളും പരീക്ഷിച്ച് നോക്കൂ.